ഹായ് ഫ്രണ്ട്സ്, അഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് മാർക്കറ്റിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു നെമറ്റിസൈഡിനെ പറ്റിയാണ്. നമുക്കറിയാം, വേലം പ്രൈമിൻ്റെ ഒരു ചൈത്രയാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് കോർട്ടിവ കമ്പനിയുടെ സാലിബ്രോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേലം പ്രൈമിൻ്റെ ഒരു കോമ്പറ്റീറ്റർ ഇല്ലാതെ വേലം പ്രൈം ഇങ്ങനെ ആ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതേ റേഞ്ചിലോട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് കൂടി മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. രണ്ട് പ്രോഡക്റ്റും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന സാലിബ്രോയെ പറ്റിയാണ്. നമുക്ക് സാലിബ്രോ കമ്പനിയിൽ നിന്ന് ടെസ്റ്റിംഗ് തന്നിരുന്നു. ടെസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ആ ചെടികളുടെ വേരിലുള്ള നെമറ്റോഡിൻ്റെ കണ്ടീഷൻ ഒന്ന് നോക്കിയിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ നെമറ്റോഡ് ആക്രമണമുള്ള ഫീൽഡിലാണ് നമ്മൾ കൊടുത്തിരുന്നത്. 60 മില്ലി കമ്പനി നമുക്ക് ടെസ്റ്റിനായിട്ട് തന്നിരുന്നു. അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ടും കൂടെ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. ഇതിൻ്റെ റിസൾട്ടൊക്കെ ആയതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇച്ചിരി ലേറ്റായിപ്പോയി. ഇപ്പം സാലിബ്രോ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. സാലിബ്രോയുടെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് 200 ലിറ്ററിന് 60 മില്ലിയാണ്. നമ്മൾ സാലിബ്രോയുടെ കെമിക്കൽ എന്ന് പറയുന്നത് ഫ്ലുസൈൻഡലൈസൈൻ എന്ന് പറയുന്നൊരു കെമിക്കലാണ്. 41.15% SC ഫോർമുലേഷനിലാണ് വരുന്നത്. അതേപോലെ അതിൻ്റെ ഒരു വീര്യം എന്ന് പറയുന്നത് ഒരു ബ്ലൂ ട്രയാങ്കിളിൽ പെടുന്ന ഒരു കെമിക്കലാണ് ഈ കെമിക്കൽ. ഈ കെമിക്കലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ടാർഗറ്റ് ചെയ്യുന്ന നെമറ്റോഡിനെ മാത്രമാണ് അത് ടാർഗറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള യാതൊരു ജീവജാലങ്ങൾക്കും വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാക്കുന്ന കെമിക്കലല്ല. മണ്ണിൻ്റെ ഇക്കോസിസ്റ്റത്തിനൊന്നും ഡാമേജ് വരുത്താതെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നൊരു കെമിക്കലാണ് ഈ ഫ്ലുസൈൻഡലൈസൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നല്ല റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ളൊരു പ്രോഡക്റ്റാണ്. അത് വേൾഡ് വൈഡായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു നെമറ്റിസൈഡ് കൂടിയാണ്. അതിൻ്റെ ഒരു ലോഞ്ച് കേരളത്തിൽ ഇപ്പം നടന്നിട്ടുള്ളതേ ഉള്ളൂ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമായിട്ട് ഇത് ഉപയോഗിച്ച് വരുന്നതാണ്. അപ്പം ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം തന്ന കമ്പനിക്ക് നമ്മൾ ആദ്യം നന്ദി പറയുന്നു. നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പം പല വിധത്തിലുള്ള കെമിക്കലുകൾ പരീക്ഷിച്ചിട്ട് നമുക്ക് നെമറ്റോഡിന് വലിയ കൺട്രോൾ കിട്ടാത്ത ആളുകൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു കെമിക്കലാണ്. പിന്നെ അല്പം കോസ്റ്റ്ലിയാണ്. നമ്മൾ പറഞ്ഞതിൻ്റെ പാക്കിംഗ് സൈസ് വരുന്നത് 400 ml 800 ml എന്നുള്ള തോതിലാണ് വരുന്നത്. ഈ 800 ml ഒരു 10,000 തൊട്ട് 10,400 രൂപ വരെ ഓരോ ഏരിയ അനുസരിച്ച് ചെറിയ വിലയിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വിലയുള്ള കെമിക്കലാണ്. അപ്പോൾ അതിൻ്റെതായ റിസൾട്ടും ഉണ്ട്. അതിനുള്ള സ്റ്റാൻഡേർഡുള്ള കെമിക്കലുമാണ്. അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി കെമിക്കലാണ്. നല്ല പ്രോഡക്റ്റുകൾക്ക് അതിൻ്റെതായ വിലയുണ്ടാകും. നമ്മളെപ്പോഴും ചിന്തിക്കുന്നുണ്ട്. വേലം പ്രൈമിൻ്റെ കാര്യത്തിൽ നമുക്കറിയാവുന്നതാണ്. അത്യാവശ്യം നല്ല കോസ്റ്റ് കൂടിയ പ്രോഡക്റ്റാണ്. അപ്പം ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് നമ്മുടെ മണ്ണിൽ കൊടുക്കുന്ന സൂക്ഷ്മജീവികൾക്കൊന്നും വലിയ ദോഷമുള്ള കെമിക്കലുകളല്ല ഈ കെമിക്കൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ. ഈ സാലിബ്രോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മണ്ണിൻ്റെ നനവ്, മണ്ണിലുള്ള ഈർപ്പം നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. എന്നാലാണ് അതിനെ നല്ല രീതിയിൽ മണ്ണിലോട്ട് സ്പ്രെഡ് ചെയ്ത് നമുക്ക് പൂർണ്ണമായിട്ടുള്ള നല്ല റിസൾട്ട് നൽകാൻ കഴിയുള്ളൂ. നല്ല ഉണങ്ങിയ മണ്ണിൽ നമ്മളിത് ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന റിസൾട്ടോടെ നമ്മൾ എത്തുകയില്ല. പിന്നെ നമ്മളിത് കൂടുതലായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഉപയോഗിച്ച് ഭയങ്കര റിസൾട്ട് കണ്ടിരിക്കുന്നത് ക്യാരറ്റ് പോലെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളിലെ, നമുക്കറിയാം നെമറ്റോഡിൻ്റെ ആക്രമണം ഭയങ്കരമായിട്ടുള്ളതാണ് ക്യാരറ്റ് പോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളിൽ. ഈ ക്യാരറ്റ് പോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളിലൊക്കെ ഉപയോഗിച്ച് നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് നെറ്റിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഏലകൃഷിക്ക് ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നുള്ളത് നമ്മൾ ഉപയോഗിച്ച് തന്നെ കഴിയണം. മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു വീഡിയോ ഇടാമെന്ന് തീരുമാനിച്ചത്. അപ്പം ഇതൊക്കെയാണ് സാലിബ്രോയെ പറ്റി പറയാനുള്ളത്. സാലിബ്രോയുടെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. നമ്മളെ സാലിബ്രോ ചെടിക്ക് ഡ്രിഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ചെയ്യുന്നത്, സാലിബ്രോ 60 മില്ലി ഒരു 5 ലിറ്റർ വെള്ളത്തിലോട്ട് നല്ലപോലെ ലയിപ്പിച്ചതിന് ശേഷം 150 ലിറ്റർ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്ത്, പിന്നെ അതിന് ശേഷം ഒരു 20 ലിറ്റർ വെള്ളം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമുക്കിത് കമ്പനിയിൽ നിന്ന് കിട്ടിയ സാമ്പിൾ ബോട്ടിലാണ്. നമുക്ക് 30 മില്ലി വെച്ചൊരു സാമ്പിൾ ബോട്ടിലാണ് കമ്പനി നമുക്ക് തന്നിരുന്നത്. അപ്പം നമുക്ക് ഏകദേശം വേലം പ്രൈമിൻ്റെയൊക്കെ സ്ട്രക്ചറിലുള്ള കെമിക്കലാണ്. കാഴ്ചയിൽ പ്രവർത്തനം കൊണ്ട് നമുക്കത് എങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. നല്ലൊരു റിസൾട്ടാണ് നമുക്ക് നൽകുന്നത്. നമുക്ക് നല്ല രീതിയിൽ വേരുണ്ടായി വരികയും അതേപോലെ തന്നെ
ചെടിക്ക് പെട്ടെന്ന് കായ് പിടിക്കാനുള്ള ടെൻഡൻസി കാണിക്കുക, അതേപോലെ തന്നെ ചെടിക്ക് ഒരു പച്ച കളർ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ. അപ്പം നമ്മളിത് മിക്സ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നമ്മൾ 5 ലിറ്റർ വെള്ളത്തിലോട്ട് ഈ 60 മില്ലി മിക്സ് ചെയ്തതിന് ശേഷം 200 ലിറ്റർ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്താണ് ഒരു ചെടിക്ക് 10 ലിറ്റർ വെച്ച് ട്രിഞ്ചിങ്ങാണ് കൊടുക്കുക ചെയ്തത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു വലിയ പ്ലാന്റിന് ഒരു 10 ലിറ്റർ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. അതിൻ്റെ ആ സർഫസിലെല്ലാം നടന്ന മണ്ണിലുള്ള നെമറ്റോഡുകൾ, ചെടിക്കുള്ള വേരിലുള്ള നെമറ്റോഡുകളെല്ലാം നശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ഡ്യൂറേഷനിലുള്ള റിസൾട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്കൊരു 10 ലിറ്റർ വെച്ച് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മൾ ഈ മരുന്ന് ട്രിഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ചെടിയിൽ നല്ല പ്രകടമായിട്ടുള്ള മാറ്റം കാണാൻ കഴിഞ്ഞു. പുതുവേര് നല്ല രീതിയിൽ ഉണ്ടായി വന്നതോടുകൂടി നമ്മുടെ ചെടിയുടെ ആകപ്പാടുള്ള മട്ടും പാവം എല്ലാം മാറി നല്ല രീതിയിൽ കായ പിടിക്കാൻ തുടങ്ങി. ഒറ്റ കായ ഇല്ലാതെ ഡ്രോപ്പിങ് കാണിച്ചുകൊണ്ടിരുന്ന ചെടികളെല്ലാം നല്ല രീതിയിലോട്ടുള്ള കായ പിടുത്തത്തിനുള്ള ടെൻഡൻസി തുടങ്ങി. അതുകൊണ്ട് തന്നെ നമുക്കതൊരു നല്ല റിസൾട്ടായിട്ട് തോന്നി. ആ ഒരു വീഡിയോ കൂടെ നമ്മളിതിനകത്ത് ആഡ് ചെയ്യുക. നമ്മുടെ ചെടിയിൽ വന്ന മാറ്റങ്ങൾ അത്യാവശ്യം നല്ല റിസൾട്ടാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നെമറ്റോഡിൻ്റെ ആക്രമണത്തിലൂടെ നമ്മുടെ വേര് നശിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആ വേരിൻ്റെ ഒരു ഡാമേജ് കൊണ്ട് ചെടിക്ക് ന്യൂട്രിയൻസ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇത് കൂടാതെ ഡാമേജ് ആകുന്ന വേരിലൂടെ ഫിസേറിയം, പിത്തിയം, ഫൈറ്റോത്തോറ പോലുള്ള ഫംഗസുകൾ ചെടിയിലോട്ട് കയറിയിട്ട് ഈ ഫംഗസിൻ്റെ ഒരു ആക്രമണം കൂടെ ചെടി നേരിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചെടിക്ക് ആപ്പാടെ ക്ഷീണമായി പോകും. അപ്പോൾ ഈ നെമറ്റോഡിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫിസേറിയം, പിത്തിയം, ഫൈറ്റോത്തോറ പോലുള്ള ഫംഗസുകളെയും കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പം ഈ ഫിസേറിയവും നെമറ്റോഡും തമ്മിലുള്ള ഒരു പ്രവർത്തനം അങ്ങനെയാണ്. അപ്പോൾ ഫിസേറിയം ഉള്ള ചെടികൾക്ക് ഉറപ്പായിട്ടും നെമറ്റോഡ് ഉണ്ടായിരിക്കും, നെമറ്റോഡ് ഉള്ള ചെടികളിൽ ഉറപ്പായിട്ടും ഫിസേറിയം ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനം. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചെടികളിലെ നെമറ്റോഡിനെ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഫംഗസ് രോഗങ്ങളെ കണ്ടെത്താൻ പറ്റും. നമ്മുടെ സീസണ് തൊട്ട് മുന്നായിട്ട് നമ്മൾ നെമറ്റോഡിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നമ്മുടെ വേരുകൾ നല്ല രീതിയിൽ സംരക്ഷിച്ച് കഴിഞ്ഞാൽ സീസണിൽ തട്ടമറിച്ചിലും കൊത്തഴുകലൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൂടാതെ നല്ലൊരു ഈൽഡിലോട്ട് എത്താൻ കഴിയും. ഇതൊക്കെയാണ് നമുക്ക് നെമറ്റിസൈഡുകൾ ഉപയോഗിക്കുന്നതിനുള്ള കിട്ടുന്ന റിസൾട്ടുകൾ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സാലുബ്രയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്കറിയാവുന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ റിപ്ലൈ നൽകുന്നതാണ്. അപ്പോൾ അതിൻ്റെ നമ്മളെക്കൊണ്ട് വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്നവരെല്ലാം വാങ്ങി ഉപയോഗിച്ച് നോക്കുക. അതിൻ്റെ റിസൾട്ട് അത്യാവശ്യം നല്ല റിസൾട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ സാലുബ്രോ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, മണ്ണിൽ നല്ല ഈർപ്പമുള്ള സമയത്ത് സാലുബ്രോ ഉപയോഗിക്കുകയുള്ളൂ. സാലുബ്രയെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സാലുബ്രയെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി. നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മളെ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം.